കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി ക്യാന്റീനിൽ നിന്ന് വാങ്ങിയ ബിരിയാണിയിൽ പുഴു. പുഞ്ചവയൽ സ്വദേശി ലീലാമ്മ വാങ്ങിയ ബിരിയാണിയിലാണ് പുഴുവിനെ കണ്ടെത്തിയത്. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ക്യാന്റീൻ അടച്ചുപൂട്ടി. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, ഇപ്പോൾ ഈ ജനറൽ ആശുപത്രി ക്യാന്റീനിൽ നിന്നാണ് ഇങ്ങനൊരു വീഴ്ച പറ്റിയിരിക്കുന്നത്. എപ്പോഴായിരുന്നു ഈ സംഭവം? ക്യാന്റീൻ അടച്ചുപൂട്ടിയെന്ന് മനസ്സിലാക്കുന്നു. എന്തെങ്കിലും വിശദീകരണം ക്യാന്റീൻ അധികൃതർ നൽകുന്നുണ്ടോ? അമൃത, ഇന്നലെയാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. പുഞ്ചവയൽ സ്വദേശി ലീലാമ്മയാണ് ഈ ബിരിയാണി വാങ്ങിയത്. ബിരിയാണിയിൽ നിന്നും പുഴുവിന് സമാനമായ ജീവിയെ കണ്ടെത്തിയത്. തുടർന്ന് സൂപ്രണ്ടിനും പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകുകയായിരുന്നു. പ്രാഥമികമായ പരിശോധനയിൽ തന്നെ ഈ പരാതി വസ്തുതാപരമാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി. എന്തായാലും ഇതേ തുടർന്നാണ് ക്യാന്റീൻ പൂട്ടാൻ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറി നിർദ്ദേശം നൽകിയത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നെത്തിയ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ ക്യാന്റീനിൽ പരിശോധന നടത്തി. വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ക്യാന്റീൻ പ്രവർത്തിച്ചിരുന്നതെന്ന് വ്യക്തമായിട്ടുണ്ട്. കൂടാതെ ഈ ജീവനക്കാരിൽ ഒരാൾ ഒഴികെ മറ്റാർക്കും ഹെൽത്ത് കാർഡ് ഇല്ലായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ തുടർ നടപടികൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ പോസ്റ്റ്മോർട്ടം മുറിയോട് 2 മീറ്റർ അടുത്ത് മാത്രമാണ് ഇതിന്റെ ക്യാന്റീന്റെ അടുക്കള പ്രവർത്തിച്ചിരുന്നത്. അത് അങ്ങനെയൊക്കെ ക്യാന്റീൻ പ്രവർത്തിക്കാൻ അനുമതി നൽകിയത് കാര്യവും പരിശോധിക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് അധികൃതരും പറയുന്നത്. അമൃത. ശരി, കോട്ടയത്ത് നിന്ന് ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.